ആണ്. ഈ പെൺകുട്ടിയെ നിങ്ങൾ മുൻപ് വല്ലതും കണ്ടിട്ടുണ്ടോ? ഇല്ല കണ്ടിട്ടില്ല. ഈ പയ്യനെ അറിയാമോ? ഈ പയ്യനെ കുറിച്ച് അറിയാം, പയ്യനെ അറിയാം. എങ്ങനെ അറിയാം? ഈ പയ്യന്റെ ജോലിയൊക്കെ എന്തായിരുന്നു? ജോലിക്കൊന്നും പോയിട്ട് കണ്ടിട്ടില്ല. ഇടയ്ക്ക് കാറ്ററിങ്ങിനൊക്കെ പോയതായിട്ടുള്ള അറിയാറുണ്ട്. പയ്യന്റെ പിതാവിനെ അറിയാം? ഈ അഫാന്റെ പിതാവിനെ അറിയാം. ഇവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയാണെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. അറിഞ്ഞു കേട്ടുള്ള അതേ ഉള്ളൂ. ചേട്ടന്റെ വീട് ഇവിടെ അടുത്താണോ? തൊട്ട് താഴെയാണോ? ഇല്ല, അപ്പുറത്തേന്. എന്താ ഏട്ടാ ഇത് ഞാൻ പറഞ്ഞു, ഈ അഫാനെ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ട്? അറിയാം, നല്ലവരാണ്, നല്ല കുഴപ്പമില്ല. ഇവരെ കുറിച്ച് ഒരു കംപ്ലൈൻറ്റ്, ഒരു പ്രശ്നം ഇന്നേവരെ ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്നെ ഞെട്ടിപ്പോയി. ഇങ്ങനെ സംഭവിക്കേണ്ട അല്ല, എങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് തന്നെ ഒരാഴ്ചക്കിടയിൽ ഇയാളെ കണ്ടിട്ടുണ്ടായിരുന്നു, അഫാനെ കണ്ടിട്ടുണ്ടോ ചേട്ടാ? ഇല്ല, ഞാൻ കണ്ടില്ല. എനിക്ക് മറ്റേ തള്ളയെ അറിയാം. തള്ളയുടെ ഈ ഒരാഴ്ചക്ക് മുമ്പ് നമ്മളുമായിട്ട് സംസാരിച്ചത് തന്നെ അക്ഷയയിൽ വന്ന് എന്തൊക്കെ വന്ന് പെൺകുട്ടിയെ കുറിച്ചുള്ള നിങ്ങൾ നാട്ടുകാരല്ലേ? കുറിച്ച് ഒരു വിവരവും ഇല്ല, അറിയത്തില്ല. ചേട്ടൻ്റെ നാട്ടുകാരനാണോ? ഏതായാലും എസ്കേൻ, ഇതാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഇതൊരു വലിയ കൂട്ടക്കൊലയാണ്, നാട് മുഴുവൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും സ്ഥിരീകരിക്കാതെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ്കേൻ, നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഈ വിഷയത്തിൽ ഏറ്റവും അപ്ഡേറ്റഡായി അടക്കം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നൊരു വിവരം, ഈ 5 കൊലപാതകം നമുക്ക് ഉറപ്പിക്കാം. 6ാമത് ഈ അഫാന്റെ മാതാവായിട്ടുള്ള ഷെമിയാണ്. ആ ഷെമി വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ, എക്സ്ട്രീം ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഗോകുല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്പസമയം മുൻപ് നമ്മൾ ഈ ഗോകുലത്തിൽ അവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സുമായി സംസാരിച്ചിരുന്നു. ഈ ഹോപ്പ്ഫുള്ളി, അതായത് ഒരു വലിയ പ്രതീക്ഷ അവരുടെ ആരോഗ്യനിലയിൽ ഡോക്ടർമാർ പറയുന്നില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതാണ് അവരുടെ ആരോഗ്യനില സംബന്ധിച്ച അപ്ഡേഷൻ. ഇനി രണ്ടാമത്തെ കാര്യം ഈ ക്രൈം സംബന്ധിച്ച അപ്ഡേഷനാണ്. ഇതിൻ്റെ മോട്ടീവ് എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇപ്പോൾ കടം തീർത്തിട്ടാണ് ഫാമിലിയായിട്ട് 1 വർഷം വരെ ഗൾഫിൽ കൊണ്ടുപോയി. 2 മക്കളെയും വൈഫിനെയും അവൻ കൊണ്ടുപോയി, റഹീമ കൊണ്ടുപോയി. എൻ്റെ ബാപ്പച്ചീര ചേട്ടൻ്റെ മോളാണ് ഇവള്. കാരണം ഈ 2 വർഷത്തിന് മുമ്പ് വരെ ഈ വീട് വയ്ക്കുന്നതും എല്ലാം ഞാനുണ്ടായിരുന്നു, എല്ലാത്തിനും ഞാനായിരുന്നു അവളെ. ആശുപത്രി ട്രീറ്റ്മെൻറ്റ് വെഞ്ഞാറോട്ടിൽ തന്നെ പോയിട്ട് ബ്ലഡ് നോക്കിയതിന് ശേഷം RCCയിൽ ട്രീറ്റ്മെൻറ്റ് പോകണം എന്ന് പറയുമ്പോഴും ഞാനാണ് അവളെ കൊണ്ടുപോകുന്നതും ഡോക്ടറെ കാണുന്നതും ഡോക്ടർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. എല്ലാം ഞാനായിരുന്നു, ഈ വീട്ടിലെല്ലാം ഞാനാണ്. ഇപ്പോൾ 2 കൊല്ലം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാറില്ല, കാരണം പിള്ളേർ വലുതായപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. ഷെമിയാണ്. ഷെമി എൻ്റെ സഹോദരിയാണ്. റഹീം, അബ്ദുൾ റഹീം. പാങ്ങോട്ടുകാരനാണ്, ഗൾഫിലാണ്. അവിടെ ജോലി ഒരു കടയാണ്, ഈ വണ്ടിയുടെ ആക്സിസ് പരിപാടി, പേപ്പർ കൊട്ടിപ്പും. ഇല്ല, അതിനില്ല, അങ്ങനെയൊന്നുമില്ല. അറിയില്ല. പെൺകുട്ടിയെ ഞാൻ ഇത്തിരി സംഭവം ഉണ്ടായി. ഞാൻ 4 ദിവസമായി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വെഞ്ഞാറിലേക്ക് ബൈക്കിൽ വരുമ്പോൾ ഇവൻ പെൺകുട്ടിയെ ബാക്കിൽ വെച്ചുകൊണ്ട് ആറ്റിങ് റോഡിലോട്ട് പോകുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് മുഖം മാറ്റി, കാരണം ഞാൻ കാണണ്ട, അവനും എന്നെ കണ്ടു, ഞാനും കണ്ടു. എന്നാലും ഞാൻ ശ്രദ്ധിക്കാതെ ഞാൻ പോകുന്നു. ഏതായാലും ഇത് നമ്മൾ അല്പസമയം മുൻപ് എടുത്തൊരു പ്രതികരണമാണ്. അതായത് വീണ്ടും അയാൾ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം ഇതാണ്, നമ്മുടെ ഈ ഷെമിയുടെ, അതായത് അഫാൻ്റെ മാതാവിൻ്റെ ഒരു റിലേറ്റീവാണ് അദ്ദേഹം. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട വേറെ ബോട്ട്സുകളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടാ, ഈ അയൽവാസിയാണോ? ആണോ? ഈ കുടുംബത്തെ അറിയാമോ? കുടുംബം ശാന്തമാണ്, ബഹളമില്ലാത്ത കുടുംബമാണ്. പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളാണോ? ഇല്ല, ഞാൻ അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഇവരെ മണ്ടേ. ഈ കുടുംബത്തിൽ ഈ അഫാൻ എന്ന് പറഞ്ഞ ആളുടെ ഒപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. കുട്ടിയെക്കുറിച്ച് ആദ്യമേ ഇവിടെ പെൺപിള്ളേരില്ല. ആ കൊച്ചു ഇപ്പം ഈ കൊലപാതകം നടന്നതിന് ശേഷമാണ് ഉണ്ടെന്ന് പറഞ്ഞത്. ഞാൻ അറിയുന്നതും ഇവിടെ ഞാൻ കൊച്ചു വന്നെന്നും ഏതാണെന്നും ഇതുവരെ ഈ പറയും പോലെ തന്നെ നമ്മൾ പറയണത്. കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിൽ എപ്പോഴെങ്കിലും ഈ അഫാനെ കണ്ടിരുന്നോ നിങ്ങൾ? അഫാനെ കണ്ടിട്ടില്ല, പക്ഷേ ഇളയ മോനും തള്ളയുടെ മണ്ടയിൽ തുണി വിരിക്കുകയും കഴുകുകയും നമ്മൾക്ക് അവിടെ നിന്നാൽ കാണാം. എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന തന്നെ. കുഴപ്പമൊന്നുമില്ല, ശാന്തമാണ് വീട്, ഒരു ബഹളമില്ല, അങ്ങനെ മദ്യലഹരിയൊന്നും അല്ല, അങ്ങനെയുണ്ട്. ഏതായാലും മറ്റൊരു അയൽവാസി കൂടി നമ്മളോട് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുകയായിരുന്നു. സ്കെൻ, ഇതിൽ നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ കഴിയുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചത്. സ്കെൻ, ഇനി ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത്, എന്താണ് ഈ കൊലപാതകങ്ങളുടെ മോട്ടീവ്? അത് 5 പേരെ കൊലപ്പെടുത്താൻ, സ്വന്തം മാതാവിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്താനൊക്കെ 23 വയസ്സുകാരനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അതിനൊരു എക്സെൻട്രിസിറ്റിയിലായിരുന്നു 2 ദിവസം എന്നുള്ളത് അനൗദ്യോഗികമായി പോലീസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം എന്ത് എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല.